മേൽവസ്ത്രം അഴിച്ച് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കണം എന്ന നിബന്ധന അനാചാരമാണ് എന്ന സ്വാമി സച്ചിദാനന്ദയുടെ അഭിപ്രായം കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെയധികം വിവാദമായിരിക്കുകയാണ്. ഇതിനെ അനുകൂലിച്ചവരുണ്ട്, പ്രതികൂലിച്ചവരുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ അഭിപ്രായം ശരിവെച്ച് ടി.പി. സെൻകുമാറും രംഗത്ത് വന്നിരിക്കുന്നു. ഈ സമ്പ്രദായം പഴയകാലത്ത് പൂണൂൽ കാണുന്നതിന് വേണ്ടി തുടങ്ങിയതാണ് എന്നും പല ക്ഷേത്രങ്ങളിലും ഇപ്പോഴും ഇത് തുടരുന്നുണ്ട് എന്നും പറഞ്ഞ സ്വാമി സച്ചിദാനന്ദ ശ്രീനാരായണ സമൂഹത്തിന്റെ നിലപാട് അത് തിരുത്തണം എന്നതാണ് എന്നും പറഞ്ഞിരുന്നു. ശ്രീനാരായണ ഗുരു ക്ഷേത്രങ്ങളിൽ ഈ നിബന്ധന പാലിക്കുന്നില്ല എന്നാണ് സ്വാമി പറഞ്ഞത്. എന്നാൽ സ്വാമി സച്ചിദാനന്ദയെ വിമർശിച്ച് ഒരുപാട് അഭിപ്രായങ്ങളാണ് വന്നത്. ഇതൊരു കമ്മി സ്വാമിയാണ് എന്നും ക്ഷേത്രങ്ങളും ഹിന്ദുവും തകർക്കുക എന്ന കമ്മ്യൂണിസ്റ്റ് ലക്ഷ്യം തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയ്ക്ക് പിന്നിൽ എന്നും അഭിപ്രായപ്പെട്ടവർ നിരവധിയാണ്. എന്നാൽ മേൽവസ്ത്രം അഴിച്ച് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കണം എന്ന നിബന്ധന അനാചാരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞതിനെ അനുകൂലിച്ച് ഇപ്പോൾ ഡോക്ടർ ടി.പി. സെൻകുമാർ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെയാണ്: ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിച്ച് പ്രവേശിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു നൂറ്റാണ്ട് മുൻപ് കേരളത്തിൽ ഷർട്ട് ധരിക്കുന്ന എത്ര പേർ ഉണ്ടായിരുന്നിരിക്കണം? ഒരു തോർത്തും അല്ലെങ്കിൽ ഒരു ഒറ്റമുണ്ടുമായിരുന്നു വേഷം. അക്കാലത്ത് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുമ്പോൾ സ്വാഭാവികമായും ഷർട്ട് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പൂണൂൽ കാണുന്നതിന് ഷർട്ട് അഴിക്കേണ്ട ആവശ്യവുമില്ലായിരുന്നു. എന്നാലും ഇക്കാലത്ത് ഷർട്ട് ധരിച്ച് അമ്പലങ്ങളിൽ പ്രവേശിക്കുന്നതാണ് അഭികാമ്യം. ചിദാനന്ദപുരി സ്വാമിജി തൃശ്ശൂരിൽ വെച്ച് സന്യാസി സംഗമത്തിന് ശേഷം ഇതേപ്പറ്റി പറഞ്ഞത് ഓർക്കുക. സ്വാമി സച്ചിദാനന്ദ പറഞ്ഞത് ശിവഗിരി മേൽവസ്ത്രം അഴിച്ച് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കണമെന്ന നിബന്ധന അനാചാരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്നായിരുന്നു. ഈ സമ്പ്രദായം പഴയകാലത്ത് പൂണൂൽ കാണുന്നതിന് വേണ്ടി തുടങ്ങിയതാണെന്നും പല ക്ഷേത്രങ്ങളിലും ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന് പറഞ്ഞ അദ്ദേഹം ശ്രീനാരായണ സമൂഹത്തിന്റെ നിലപാട് അത് തിരുത്തണമെന്നാണ് എന്നും പറഞ്ഞിരുന്നു. ഇതിൽ ശ്രീനാരായണ ഗുരുക്ഷേത്രങ്ങളിൽ ഈ നിബന്ധന പാലിക്കുന്നില്ല എന്ന് സ്വാമി പറഞ്ഞു. സച്ചിദാനന്ദ സ്വാമികൾക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം ഈ നിലപാടിനെ പിന്തുണച്ച് സംസാരിക്കുകയുണ്ടായി. ചില ക്ഷേത്രങ്ങളിൽ മേൽവസ്ത്രം അഴിച്ചു മാത്രമേ കടക്കാൻ പാടുള്ളൂ എന്ന നിബന്ധനയുണ്ട്. ദേവാലയ സന്ദർശനത്തിന് പോകുമ്പോൾ ശരീരവും മനസ്സും പരിശുദ്ധവും തികച്ചും ലളിതവുമായിരിക്കണം എന്നത് ഒരു ആചാരമായി തന്നെ പണ്ടുള്ളവർ വളരെ ശക്തമായി നിഷ്കർഷിച്ചിരുന്ന ഒരു കാര്യമാണ്. ആഡംബര വേഷവും പൊങ്ങച്ചവും ഒന്നും കാണിക്കേണ്ട ഒരു സ്ഥലമല്ല ഒരു ക്ഷേത്രം എന്ന് പറയുന്നത്. തന്നെയുമല്ല, ഭഗവാന് മുന്നിൽ നമ്മൾ ഒന്നുമല്ല എന്ന ബോധ്യം നമുക്കുള്ളിൽ തന്നെ ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ ഏറ്റവും ലളിതമായ വസ്ത്രമായിരിക്കണം. അത് ഏറ്റവും വൃത്തിയോടെ ധരിച്ചു വേണം ദേവാലയത്തിലേക്ക് പോകാൻ. അതിൻ്റെ ഭാഗമാണ് ചില ക്ഷേത്രങ്ങളിൽ പാൻസ് ധരിച്ച് അകത്ത് കിടക്കരുത് എന്നും മുണ്ട് തന്നെയാണ് ഉടുക്കേണ്ടത് എന്നും അങ്ങനെയൊക്കെയുള്ള ചില ആചാരങ്ങളുണ്ടായിരുന്നു. പുരുഷന്മാർ ഷർട്ട് ഇടുന്നത് പോലും ഒരു ആഡംബരമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു പണ്ട്. അതുകൊണ്ടാണ് ആഡംബരത്തിൻ്റെതായ ഷർട്ട് ധരിച്ച് ക്ഷേത്രപ്രവേശനം പാടില്ല എന്ന വിലക്ക് പോലും അന്നുണ്ടായത്. ഇത്തരം നിർദ്ദേശങ്ങൾ നിലവിലുള്ള ദേവാലയങ്ങളിൽ പാലിക്കുക തന്നെ വേണം എന്ന് പറയുന്നവരുണ്ട്. ആഡംബരവും പൊങ്ങച്ചവും അഹങ്കാരവും ഒക്കെ അഴിച്ചു വെച്ച് വളരെ വിനയത്തിന്റെയും ലാളിത്യത്തിന്റെയും വേഷം തന്നെയാണ് എപ്പോഴും എവിടെയും നമുക്ക് നല്ലത്. ലളിത ജീവിതം, ഉയർന്ന ചിന്ത, അതായിരുന്നു എക്കാലവും ഭാരതത്തിന്റെ ആദർശം എന്നത് മറക്കരുത് എന്ന് പലരും ഈ ഒരു വിവാദത്തിന് ശേഷം ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. എന്തായാലും ഇപ്പോൾ ദേവസ്വം ബോർഡും ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയിട്ടുണ്ട്. ക്ഷേത്രങ്ങളിൽ മേൽവസ്ത്രം അഴിച്ചു കയറണം എന്ന നിബന്ധന ഒഴിവാക്കേണ്ടതാണ് എന്ന സ്വാമി സച്ചിദാനന്ദയുടെ പ്രസ്താവനയോട് വളരെ പെട്ടെന്ന് പ്രതികരിച്ചിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. മേൽവസ്ത്രം ധരിച്ചുകൊണ്ട് ക്ഷേത്ര ദർശനം സാധ്യമാണോ എന്നത് ചർച്ച ചെയ്യുമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നു. സ്വാമി സച്ചിദാനന്ദയും മുഖ്യമന്ത്രിയും തങ്ങളുടെ പരസ്യ നിലപാട് വ്യക്തമാക്കിയതോടെയാണ് വിഷയം ചർച്ചയ്ക്ക് എത്തുന്നത്. ഇക്കാര്യത്തിൽ എല്ലാ വശങ്ങളും ദേവസ്വം ബോർഡ് വിശദമായി ചർച്ച ചെയ്യുമെന്ന് ദേവസ്വം ബോർഡ് അംഗം പറയുന്നു. 1252 ക്ഷേത്രങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ളത്. പല അഭിപ്രായങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ എല്ലാ വശങ്ങളും ദേവസ്വം ബോർഡ് ചർച്ച ചെയ്യുമെന്ന് ഉറപ്പു നൽകുന്നുണ്ട്. വിശാല മനസ്സോടെ ഒരു ഏകീകരണ തീരുമാനത്തിൽ എത്താൻ സാധിക്കുമോ എന്ന് പരിശോധിക്കും. പല കോണുകളിൽ നിന്ന് ഇതേ ആവശ്യം ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കലായി ഇക്കാര്യം നടപ്പാക്കുന്നതിനുള്ള കാര്യം ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരുമായി കൂടിയാലോചന നടത്തി സമവായത്തിലെത്താൻ സാധിക്കുമോ എന്ന ചർച്ച ദേവസ്വം ബോർഡ് നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ക്ഷേത്രങ്ങളിൽ മേൽവസ്ത്രം അഴിച്ചു കയറണമെന്ന നിബന്ധന ഒഴിവാക്കേണ്ടതാണ് എന്നും ഇത്തരം അനാചാരങ്ങൾ നീക്കാൻ ശ്രീനാരായണീയ സമൂഹം ഇടപെടണമെന്നും ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞിരുന്നു. തീർത്ഥാടന മഹോത്സവ സമ്മേളനത്തിലാണ് ക്ഷേത്രാചാരങ്ങളിലെ പോരായ്മകളെ സ്വാമി വിമർശിച്ചത്. എന്തായാലും ഈ വിഷയം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ശക്തമായിട്ട് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ഒരുപാട് പേർ പറയുന്നുണ്ട്. അനുകൂലിക്കുന്നവരാണ് കൂടുതൽ എന്ന് തോന്നുന്നു. പലർക്കും തങ്ങളുടെ വസ്ത്രം അഴിച്ചു മാറ്റി ക്ഷേത്രത്തിനുള്ളിൽ കടക്കുന്നതിനേക്ക് പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ കുട്ടികൾക്ക് താല്പര്യമില്ല എന്നത് തന്നെയാണ് ഒരു സത്യമായി ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ഒരു തീരുമാനം ഇനി ദേവസ്വം ബോർഡ് കൂടി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എല്ലാവർക്കും അനുകൂലമായ ഒരു തീരുമാനം, എല്ലാവരും അനുകൂലിക്കുന്ന ഒരു തീരുമാനം. ന്യൂസ് ഡെസ്ക് കർമാനസ്.